ഞാൻ എൻ്റെ കോളേജ് ക്യാൻറ്റീനിൽ ഗ്രാമർ ബുക്ക് ഞാൻ പകുതിയിലേക്ക് വിറ്റ ആളാണ്. നാട്ടിൽ ഇംഗ്ലീഷ് ഞാൻ സംസാരിച്ച് കുറേശ്ശെ പഠിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടിയത് ഭ്രാന്തെന്നാണ്. സ്വാഭാവികമാണല്ലോ, നമുക്കറിയാമല്ലോ. കുമാരനാശാൻ്റെ കവിത പഠിക്കുന്നത് ഇഷ്ടമില്ല, ഒരു വർഷം എടുക്കുക വരും. ഞാൻ ടീച്ചർക്ക് വേണ്ടി പഠിക്കുന്നത്, പക്ഷെ ലജ്ജാവതി ഒറ്റ ദിവസം വേണ്ടോ, അത് അവന് വേണ്ടി പഠിക്കുന്നു. അപ്പോൾ മനസ്സിനെ പ്ലീസ് ചെയ്ത് ബ്രെയിനിൽ പിയേഴ്സ് ചെയ്യുമ്പോഴാണ് നല്ല അധ്യാപനം. ഹൗ ആർ യു ഫ്ലുവൻ്റ് ആണ്. അപ്പോൾ ഐ ലവ് യു ഫ്ലുവൻ്റ് ഇല്ല, അതെങ്ങനെ ഫ്ലുവൻ്റ് ടീച്ചർ പഠിപ്പിക്കുന്നല്ല. ഇനി നമ്മൾ സംസാരിക്കുന്ന മലയാളത്തിൽ പകുതി ഇംഗ്ലീഷ് അല്ലേ, ടെക്സ്റ്റ് ഡിലീറ്റ് സേവ് കോൾ ഇതൊക്കെ എന്താ. അപ്പൊ ശരിക്കും നമ്മള് 50% 60% ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന വാക്കുകൾ. വെൽക്കം ടു സ്റ്റോറി സോ. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് പ്രത്യേകിച്ചൊരു മുഖവുര തന്നെ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയാണ്. കേരളത്തിന്റെ കോർപ്പറേറ്റ് ഗുരു എഡിസൺ ഫ്രാൻസ് സാറാണ്. നമസ്കാരം സർ. നമസ്കാരം. ശരിക്കും സാർ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ടെൻസ്ഡ് ആയിട്ടുള്ള ആള് ഞാനാണ്. കാരണം എവിടെ നിന്ന് തുടങ്ങണം, എവിടെ നിന്ന് അവസാനിപ്പിക്കണം, എന്തൊക്കെ ചോദ്യങ്ങൾ ഇനി ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് പോവോ എന്നൊക്കെ ഉള്ളതാണ് എൻ്റെ ടെൻഷൻസ്. ഓക്കെ, സാറിനെ കണ്ടതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളും കൂടിയാണ്. കാരണം ഒരുപാട് വീഡിയോസ് കാണുന്ന ഒരാളാണ് ഞാൻ സാറിൻ്റെ. ഇന്നലെ മുഴുവനും സാറാണ് ഇന്റർവ്യൂവിന് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ സാറിൻ്റെ എല്ലാ വീഡിയോസും ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടു. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടന്നാലോ? ഓക്കെ, ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട്. സാർ ഭയങ്കര ഫ്രീ ആയിട്ടിരിക്കുന്ന ആളാണ്, അപ്പൊ ഞാൻ വളരെ ചുരുക്കിയൊക്കെ. ഓക്കെ ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരുപാട് ലെജൻസ് ഇപ്പോൾ മലയാളത്തിൽ നിന്ന് തന്നെ ഒതുങ്ങി വന്നിട്ടുള്ള സാറിനെ പോലെയുള്ള ഒരുപാട് ലെജൻസ് ഉണ്ട്. മലയാള ഭാഷയിൽ നിന്ന് ഒതുങ്ങി ഇന്ന് ഇംഗ്ലീഷിന്റെ ഒരു ഗർജിക്കുന്ന സിംഹമായിട്ടുള്ള സാർ, എങ്ങനെയാണ് ആ ഒരു കഥ? ലൈഫ് ഹിസ്റ്ററി എങ്ങനെയാണെങ്കിൽ, ഞാനങ്ങനെ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി തുടങ്ങിയ ആളൊന്നുമല്ല. 10th കഴിയുമ്പോൾ നമുക്കൊരു സ്വപ്നം വന്നു, ഡോക്ടർ ആവണമൊക്കെ. അത്രയും പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നില്ല ഞാൻ. എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒരുപാടുണ്ടായിരുന്നു സ്കൂൾ പഠിക്കുമ്പോൾ. പക്ഷെ റീത്ത എന്നൊരു ടീച്ചർ ഉണ്ടായിരുന്നു SLC പഠിപ്പിക്കുമ്പോൾ. ആ ടീച്ചർ ഒരു മോട്ടിവേഷൻ വേണ്ടി ഞാനൊക്കെ പഠിച്ചു തുടങ്ങിയത്. അവരിപ്പോൾ എൻ്റെ റോൾ മോഡലാണ്. അങ്ങനെ പഠിച്ച് അന്നത്തെ ഫസ്റ്റ് ക്ലാസ് നല്ല സ്കോർ ചെയ്ത് പോന്നു. അപ്പോൾ സ്വപ്നം ഡോക്ടർ ആവുന്നതാണ്. അങ്ങനെ ഞാൻ കോളേജിൽ ചേർന്നു. അപ്പോൾ ഞാൻ അവിടെ ക്ലാസ്സിലിരിക്കുന്നു. ആദ്യമായിട്ടാണ് ഫ്രണ്ട് ബെഞ്ചിരിക്കുന്നത്, കാരണം നമ്മളൊക്കെ ബാക്ക് ബെഞ്ചിൻ്റെ പ്രൊഡക്റ്റുകളാണ്. പക്ഷേ എഡിസൺ എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ ഫ്രണ്ടിലിരിക്കേണ്ടി വന്നു. സ്വാഭാവികമായിട്ട് വളരെ അംബിഷ്യസ് ആയിരുന്നു, കാരണം ഡോക്ടറായിട്ട് ബാക്കി കാര്യങ്ങൾ നാട്ടിലും വീട്ടിലൊക്കെ എല്ലാവരും പറഞ്ഞു ഞാൻ പോകുന്നത്. പക്ഷേ ക്ലാസ്സിലിരിക്കുമ്പോൾ പ്രൊഫസർ വരുന്നു. അപ്പോൾ ഫിസിക്സ് ആണ് ഫസ്റ്റ്. അത് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിലായിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ആളെന്തൊരു കോമൺ ബാലൻസ് പറഞ്ഞ് എൻ്റെ ബാലൻസ് പോയി. ഞാൻ അപ്സെറ്റ് ടു ബി ഫ്രാങ്ക്. ദെൻ സെക്കൻഡ് ക്ലാസ് വാസ് കെമിസ്ട്രി. കെമിസ്ട്രി നമുക്കൊന്നും മനസ്സിലാവണില്ല. ഇവർ പറയുന്ന ഹൈഡ്രജൻ ഓക്സിജൻ അതൊക്കെ നമുക്ക് മനസ്സിലാവും, നത്തിങ്. നമ്മളൊക്കെ വളരെ മോശമായ ഇംഗ്ലീഷാണ്. മലയാളം മീഡിയം ആയിരുന്നു, സാധാരണ സ്കൂളായിരുന്നു. പിന്നെ പ്രൊഫസർ ഓഫ് ഇംഗ്ലീഷാണ് അടുത്ത് വരുന്നത്. അദ്ദേഹം വന്ന് ഹി വാസ് ക്രാക്കിംഗ് ജോക്സ് ലൈക്ക് എനിത്തിങ്. എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ്. പക്ഷെ ഞാൻ ഫ്രണ്ട് ബെഞ്ച്, ഞാൻ മാത്രം ഒറ്റപ്പെടുക്കാരൻ. എനിക്കിത് മനസ്സിലാവില്ല, ഞാൻ അങ്ങനെ ചിരിക്കുന്നത്. പിന്നെ ഒരു മലയാളം മീഡിയക്കാരൻ്റെ കോമൺ സെൻസ് ഉപയോഗിച്ചു. പിന്നീട് അദ്ദേഹം വിറ്റ് പറയുമ്പോൾ എല്ലാവരും ചിരിക്കുമ്പോൾ ഞാനും പതുക്കെ ചിരിച്ചു. പക്ഷെ അവർക്ക് ചിരിച്ചില്ല, കാരണം ആണെങ്കിൽ ഇവരപ്പം നിർത്താൻ പറയാൻ പറ്റില്ല. പക്ഷെ അന്ന് എൻ്റെ മനസ്സൊക്കെ തകർന്നു, കാരണം സ്വപ്നം തകർന്നു പോയി. എനിക്ക് മനസ്സിലായി എനിക്ക് പഠിക്കാൻ പറ്റില്ല, കാരണം എല്ലാം ഇംഗ്ലീഷിലാണ്. വളരെ മോശമായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് വരുന്നത്, കാരണം ഇംഗ്ലീഷ് അറിയില്ല. 2 ആഴ്ച ഞാൻ കഷ്ടിച്ച് കയറിയിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി നമുക്ക് പറ്റിയ പണിയല്ല. സ്വപ്നമൊക്കെ പോയി. ഞാൻ ചെയ്തൊരു പണിയുണ്ട്, ഈ ഇംഗ്ലീഷ് ഗ്രാമർ ബുക്ക് എൻ്റെ ഉണ്ടായിരുന്നു. ഇത് കൊണ്ടുവരുന്ന വല്ല കാര്യമില്ല. ഞാൻ എൻ്റെ കോളേജ് ക്യാൻറ്റീനിൽ ഈ ഗ്രാമർ ബുക്ക് ഞാൻ പകുതിയിലേക്ക് വിറ്റ ആളാണ്. 2 പരിപ്പോടെ ചായ അവസാനിപ്പിച്ചു. ഞാനിപ്പോഴും എൻ്റെ കോളേജിൽ ഇങ്ങനെ ടോക്കിലേക്ക് പോകും, മോട്ടിവേഷൻ സ്പീച്ചസ്. അപ്പോൾ ഞാൻ പറയും എനിക്ക് ക്യാൻറ്റീൻ ഒന്ന് കാരണം പറയും, ആ പഴയ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ ഒരു തീരുമാനം എടുത്തു, ഇനി ഇംഗ്ലീഷ് പഠിച്ചിട്ട് ട്രൈ വൺ മോർ ടൈം പറയുന്നത് ഒന്നുകൂടിയും സയൻസ് പഠിക്കാം. അങ്ങനെ ഞാൻ പ്രീ ഡിഗ്രി എക്സാം എഴുതിയാലാണ് ഞാൻ ശരിക്കും ഡ്രോപ്പ് ഔട്ട് തന്നെ പറയാം. തോറ്റു, മാന്യമായി തോറ്റു. അപ്പോൾ വീട്ടുകാരെ ആകെ നിരാശക്കാൻ, അവരൊക്കെ എൻ്റെ സ്വപ്നം, ഞാൻ അവരുടെ സ്വപ്നമായിരുന്നു.
ഈ ക്ലാസിക്കൽ തന്നെ അവർക്കൊന്നും അറിയില്ലായിരുന്നു. അതൊക്കെ അറിഞ്ഞപ്പോൾ അവർ ആഘോഷമായി. അപ്പോൾ വീട്ടിൽ ചർച്ച നടക്കണം. ചേട്ടൻ തോറ്റു, ചേട്ടൻ്റെ ഒപ്പം തന്നെയായിരുന്നു. ചേച്ചി പിന്നെ നേരത്തെ തോറ്റിരിക്കുന്ന ആളാണ്. അത് തോൽവിയുടെ പാരമ്പര്യം പറയില്ലേ. അങ്ങനെ അമ്മ ചോദിക്കാണ് നിങ്ങൾ അടുത്ത പരിപാടി എന്താണെന്ന്. സ്വാഭാവികം ചോദിക്കില്ലോ. ചേട്ടൻ പറഞ്ഞു പഠിക്കുവാന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചില്ല. കാരണം പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കണം. ഞാൻ എനിക്ക് ഇംഗ്ലീഷ് പഠിച്ച് വീണ്ടും സയൻസ് പഠിച്ച് ഡോക്ടറാവണം. പക്ഷെ അമ്മയ്ക്കകത്ത് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഫാദർ പറഞ്ഞു ഓക്കെ ഈ കാര്യമോ. അപ്പോൾ ഒരുപാട് നിർബന്ധിച്ചാൽ എന്ത് ഈ പണിക്ക് പോകാൻ ചേട്ടൻ്റെ കൂടെ. പക്ഷെ അന്ന് ഞാൻ പോയിരുന്നെങ്കിൽ ഞാൻ മൂത്താശ്ശേരിയാണ്, അത് വേറെ. ഞാൻ പറഞ്ഞു പഠിക്കേണ്ട ഭാഗത്ത് പഠിക്കണം. അങ്ങനെ ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുക മാത്രമല്ല അതിന് ഒരുപാട് പെയിൻ എടുത്തിട്ടുണ്ട്. നാട്ടിൽ ഇംഗ്ലീഷ് ഞാൻ സംസാരിച്ചു കുറേശ്ശെ പഠിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടിയത് ഭ്രാന്തം എന്നാണ്. സ്വാഭാവികമാണല്ലോ, നമുക്കറിയാമല്ലോ ഇംഗ്ലീഷ് ഭ്രാന്തം. അപ്പോൾ അവിടെ സുരേഷ് മാഷുണ്ടായിരുന്നു, അദ്ദേഹം കുറച്ച് ക്ലാസ് എടുത്തു. അതിനടുത്ത് പോയി അവിടെ നിന്നാണ് ഇംഗ്ലീഷ്. അപ്പോൾ സയൻസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് പഠിച്ചത്. പക്ഷേ ആ ഇംഗ്ലീഷ് പഠനത്തോട് ഞാൻ ഇംഗ്ലീഷിനെ പ്രണയിക്കാൻ തുടങ്ങി. ഐ ഫെൽ ഇൻ ലവ് വിത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജ്. അന്ന് മുതൽ തുടങ്ങിയ ഒരു യാത്രയാണ്. അങ്ങനെയാണ്, ഒരിക്കലും സ്വപ്നം കണ്ടതല്ല. എന്ത് എനിക്ക് അധ്യാപനാന്ന് പറഞ്ഞ ഇത്രയും വെറുപ്പുള്ള കാര്യം പറയാം. എന്നും അടി കിട്ടിയിരുന്നു, ഇമ്പോസിഷൻ കിട്ടിയിരുന്നു. അപ്പോൾ നമ്മളെ മുഖത്തുള്ള ഇത്രയും ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു കാര്യങ്ങൾ ഇങ്ങനെ ഒരു ട്രെയിനർ, കോച്ച്, മെന്റോർ. പക്ഷെ അങ്ങനെ ആയിത്തീർന്നാണ്. നമ്മൾ പറയല്ലേ man proposes, God disposes. That's happened in my life. That's all. ഒരു ഇംഗ്ലീഷ് ട്രെയിനറിൽ നിന്ന് മോട്ടിവേഷൻ സ്പീക്കർ ആ ഒരു തലത്തിലേക്കുള്ള ഒരു യാത്ര എങ്ങനെയായിരുന്നു? ആ ബ്രേക്ക് ത്രൂ അല്ലേ, അല്ലെങ്കിൽ എനിക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ. ഞാൻ ഇംഗ്ലീഷ്, ഞാൻ പറയുന്ന ഒരു ടേം ഉണ്ട്, സൈക്കോ ലിംഗ്വിസ്റ്റിക് സ്കിൽസ് എന്ന് പറയും. അവിടെയാണ് ഇതിന്റെ കോൺസെപ്റ്റ് വരുന്നത്. ഞാൻ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, അത് ഭഗവത്ഗീതയിൽ പറയുന്നതാണ്. ആസ് ഈസ് ദ മൈൻഡ് സോ ഈസ് ദ ഇൻഡിവിജ്വൽ. മനസ്സ് എങ്ങനെയാണെങ്കിലും മനുഷ്യനിലാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ പൗർണമി തൃശ്ശൂർ റൗണ്ട് നിൽക്കുകയാണ്, വടകര ക്ഷേത്രത്തിൽ എവിടെ ആയിരിക്കാം. അപ്പോൾ ഒരു ആൺകുട്ടി വന്ന് താങ്കളോട് പറയാൻ ഓടാൻ പറഞ്ഞാൽ വെറുതെ ഓടില്ലല്ലോ. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തിനാ ഓടണേ, ആൾ നല്ല ഭംഗിയുണ്ടോ, നല്ല ഭംഗിയില്ലാണ്ടല്ല ആള് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓടില്ല, കാരണം എന്താ, കാലില്ലാണ്ടല്ല, മനസ്സില്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അവിടെ നിന്ന് ഒരു ആന മതിച്ചു വന്ന് നിങ്ങൾ ഓടും? ഓടില്ല, പറക്കും. അതിന് ഓട്ടം എന്ന് പറയാൻ പറ്റില്ല എനിക്ക്. ഞാനായാലും പോവില്ലേ. ഇപ്പൊ ആമ കോർപ്പറേറ്റ്, ഞാൻ പറയൂ ആനോട് പറയും ഐ ക്യാൻ കൺട്രോൾ യു, മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റൂ? അപ്പം മനസ്സ് ആണ് ബേസ് എല്ലാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്ന കുട്ടികളൊക്കെ നിരാശര്, ഇൻട്രോവേർട്ടുകളാണ് കൂടുതൽ വരുന്നത്, ഒന്നും പഠിക്കാത്തവരാണ്. ഓൾറെഡി അവര് ഡൗൺ ആണ്. അപ്പൊ ഇവര് മനസ്സിനെ കാരണം വിശപ്പെടുന്നെങ്കിൽ ഭക്ഷണം കഴിക്കുള്ളൂ. അപ്പൊ മൈൻഡിന്റെ പവറിനെ ഇഗ്നൈറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ അങ്ങനത്തെ പുസ്തകം വായിച്ചു തുടങ്ങി. എങ്ങനെ ഇവരെ ആ ലെവലിലേക്ക് മൈൻഡ് മനസ്സനുസരിച്ച ബോഡി മൂവികളും നമുക്കറിയാം. അപ്പോൾ ഐ സ്റ്റാർട്ടഡ് റീഡിങ് ഹൗ ടു ടച്ച് ഹാർട്ട് ഓഫ് ദ ചിൽഡ്രൻ, അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ എങ്ങനെ ഇഗ്നൈറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ മോട്ടിവേഷൻ ബുക്കുകൾ വായിച്ചു തുടങ്ങി. അന്ന് ആദ്യം വായിക്കുന്നത് ഡെയ്ൽ കാർനെഗിയുടെ പുസ്തകമൊക്കെയാണ്. ഈസ് എ ഫാദർ ഓഫ് മോട്ടിവേഷൻ, ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ. അങ്ങനെ ബുക്ക് വായിച്ച് നമുക്കൊരു ഐഡിയ കിട്ടി. ഡോക്ടർ ജോസഫ് മർഫിയുടെ പുസ്തകമുണ്ട്, ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. അതൊക്കെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ബുക്കാണ്. അത് വായിച്ചിട്ട് എനിക്ക് ഐഡിയ കിട്ടി. അപ്പോൾ അത് വെച്ച് ഞാൻ ആദ്യം ഓടി വന്ന് കുട്ടികൾ പഠിക്കില്ല, കാരണം പഠിക്കാൻ പറഞ്ഞാൽ അപ്പോൾ എനിക്ക് സ്വാഭാവികം അറിയാലോ. ഈ ടീച്ചർമാർ ചോദിക്കുന്ന കാര്യമില്ല, കുട്ടികൾ എന്താ പഠിക്കാൻ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഞാൻ പറയാറുണ്ടവരോട്, അവരെ സംബന്ധിച്ചോളം കുമാരനാശാന്റെ കവിത പഠിക്കുന്നത് ഇഷ്ടമില്ല, ഒരു വർഷം എടുക്കുക അവര്. ഞാൻ ടീച്ചർക്ക് വേണ്ടി പഠിക്കുന്നത്, പക്ഷെ ലജ്ജാവതി ഒറ്റ ദിവസം വേണ്ടോ, അത് അവന് വേണ്ടി പഠിക്കുന്നത്. അപ്പൊ ആ കുട്ടിയുടെ മനസ്സിൽ ആ ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. ഇറ്റ്സ് ഫോർ ഹിം ആൻഡ് യു ക്യാൻ. ഐ ക്യാൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുമ്പോഴേ അങ്ങനെ പഠിപ്പിക്കാൻ പാടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അപ്പൊ പഠിപ്പിക്കൊന്നും വേണ്ട, അവർ തന്നെ പഠിച്ചോളൂ. നമ്മൾ ഈ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ തല്ലി പഠിപ്പിക്കുക, കമ്പൽ ചെയ്യുന്നൊന്നും, അത് റോങ് ആസ്പെക്ട് ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഞാൻ വീണ്ടും ആയിത്തീരുന്നു, ആഗ്രഹിച്ചതല്ല. ആ പ്രൊഫഷന്റെ ഒരു നീഡായി മാറിയപ്പോൾ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്ത് മനസ്സിന് ആ ലെവലിലേക്ക് എത്തിച്ചിട്ട് വേണം ലിംഗ്വിസ്റ്റിക്. ഞങ്ങൾ പറയേ വെൻ യു ടച്ച് എ ഹാർട്ട് ദേ വിൽ ഗിവ് ദ ബ്രെയിൻ. അപ്പോൾ മനസ്സിനെ പ്ലീസ് ചെയ്ത് ബ്രെയിനിൽ പിയേഴ്സ് ചെയ്യുമ്പോഴാണ് നല്ലൊരു അധ്യാപനം. അങ്ങനെയാണ് അതിലേക്ക് കടന്നിട്ട്. എനിബഡി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് സർ പറഞ്ഞിട്ടുള്ള ഒരു കോട്ടാണ്. ശരിക്കും അത് പ്രാവർത്തികമാവും? പിന്നെ മലയാളം ഫ്ലുവന്റ് അല്ലേ?
അത് ജനിക്കുമ്പോൾ കിട്ടിയൊന്നുമല്ലല്ലോ. അല്ല. ഒരു ലാംഗ്വേജ് പഠിക്കുന്നത് എങ്ങനെയാ? കേൾക്കുന്നു, കേട്ടു പറയുന്നു. അതെ. നമ്മൾ തമിഴാണെങ്കിൽ കുറേ പറയുന്നില്ലേ, തബ്യൂറെങ്കിൽ എണ്ണാച്ച് കേൾക്കുന്നു പറയുന്നു. അല്ലെ കന്നഡ നീനു ചെന്നെങ്കിൽ ഇതാ അതൊക്കെ പറഞ്ഞത് എന്താണ്. ഇപ്പൊ ബംഗാളിലൂടെ വന്നിട്ട് മലയാളം ഫ്ലുവൻ്റ് ആയിട്ട് പറയുന്നു. തീർച്ചയായിട്ടും. എന്താ അവര് പറയുന്നത്? എനിക്കൊരു അനുഭവം എന്താണെങ്കിൽ എൻ്റെ ഫ്ലാറ്റില് പുതിയ ഫ്ലാറ്റിൽ വന്നിരുന്നത്. അപ്പൊ ഈ ബോക്സ് ഒക്കെ ഇറക്കി വെക്കുന്നു, ഒരു ബംഗാളി പയ്യനുണ്ട്. അപ്പൊ ഞാൻ അവൻ്റെ അടുത്ത് കഷ്ടപ്പെട്ട് ഹിന്ദി പറയാ, പഴയ ഹിന്ദി ഓർത്ത് ഹിന്ദി എനിക്കറിയാം. ബായ് മുജേ തേരാ എന്നൊക്കെ പറയുമ്പോൾ അവൻ എന്നോട് സാധനം എന്താ വേണ്ടെന്ന്. കാരണം അവൻ ഫ്ലുവന്റ് മലയാള 10 വർഷമായിട്ട് കൂടി ഉണ്ട്. ലാംഗ്വേജ് ഈസ് നോട്ട് ഇൻബോൺ അല്ല. അപ്പൊ ഞാൻ സ്റ്റുഡൻസ് പറയും, നിങ്ങൾ മലയാളം ഫ്ലുവന്റ് ആണ്, നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ലോകത്തെ പറയാം. കാരണം ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നതാണ്. ഞാൻ ചോദിക്കുന്നത് സിമ്പിളായി ചോദിക്കുന്ന കുട്ടികളോട്, മേ ഐ കം എന്ന് പറയുന്നില്ലേ, നിങ്ങൾ ഫ്ലുവന്റ് അല്ലേ? ഹൗ ആർ യു ഫ്ലുവന്റ് അല്ലേ? അപ്പോട്ടെ ഐ ലവ് യു ഫ്ലുവന്റ് അല്ലേ? അതെങ്ങനെ ഫ്ലുവന്റ്? ടീച്ചർ പഠിപ്പിച്ചൊന്നല്ല. അപ്പൊ അത് ഇംഗ്ലീഷ് അല്ലേ? ഇനി പൗർണമി ഒരാൾ കാലം തട്ടി കഴിഞ്ഞാൽ ഐ എം സോറി എന്ന് പറയും. പൗർണമി പറയുന്നത് ആലോചിച്ചിട്ടൊന്നുമല്ലല്ലോ ചേട്ടാ, സബ്ജക്റ്റ് വന്നു, ഇനി പ്രെഡിക്കേറ്റ് വരാണ്ട് ഗ്രാമർ ഒന്നും അലക്കില്ലല്ലോ. ഐ ആം സോറി അവിടെ ആം ഐ കഴിഞ്ഞിട്ട് ആറ് വരുന്നില്ലല്ലോ, സോറിയുടെ ഹാപ്പി വരുന്നില്ലല്ലോ, ഇതൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഈ ആറും ഹാപ്പിക്ക് ഇവിടെ ഉണ്ടെന്ന്. പക്ഷെ നമ്മുടെ ഈ ബ്രെയിൻ ഫങ്ഷൻ ചെയ്യുന്നത് അങ്ങനെയാണ്, ബ്രെയിൻ പ്രോഗ്രാംഡ് ആണ്. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് പറ്റിയ അബദ്ധം, നമ്മുടെ ആൾക്കാരൊന്നും ഇംഗ്ലീഷ് പറയാത്തറിയാം. ഇത് പഠിപ്പിക്കാൻ പോയി നമ്മൾ. ലാംഗ്വേജ് ഈസ് നോട്ട് എ ടീച്ചബിൾ ഒബ്ജക്ട്, റാദർ ഇറ്റ് ഈസ് എക്സ്പീരിയൻസ് ഓഫ് എ മാൻ. പറഞ്ഞ്, കാരണം ലിസൺ ആൻഡ് സ്പീക്ക്, ഇതാണ് ഇതിന്റെ ബേസിക് തിയറി. കേൾക്കുക മാത്രമല്ല, പറയുക, അനുഭവിച്ചു കൊടുക്കുക. അങ്ങനെ പ്രോഗ്രാംഡ് ആവണം സബ് കോൺഷ്യസ് മൈൻഡിൽ. അങ്ങനെ പ്രോഗ്രാം ആയതെല്ലാം പുറത്തു. അത് ഇന്ന ഭാഷ എന്നില്ല. ഇപ്പൊ എന്റെ അക്കാഡമിയിൽ ജാപ്പാനീസുകൾ പഠിക്കാൻ വന്നപ്പോൾ ഞാൻ ജാപ്പാനീസ് ഒന്നുമില്ല, ഞാൻ പഠിച്ചത് ഹേങ്കി ദസ്ക എന്ന് പറഞ്ഞാൽ ഹവായി എന്നാണ്. എനിക്ക് അത് എഴുതാൻ പറഞ്ഞിട്ടില്ല. ഇതാച്ചോളൂ. അപ്പോ ഇനിയിപ്പോ ഞാൻ ചോദിക്കട്ടെ, ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നതിന്റെ മലയാളം എന്താ? പ്രാതൽ, പ്രഭാത ഭക്ഷണം. പൗർണമി വീട്ടിൽ എന്താ പറയാറ്? ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാ, പ്രാതൽ എന്ന് പറയാ? ഒന്ന് പറഞ്ഞു നോക്കിയാ. അമ്മ പ്രാതലായി ഇങ്ങനെ ഭ്രാന്തായി ചോദിക്കും, ശരിയല്ലേ? നമ്മുടെ മലയാളത്തില് ബ്രേക്ക്ഫാസ്റ്റ് കോമൺ വേർഡായി ഇന്ന്. ഇനി നമ്മൾ സംസാരിക്കുന്ന മലയാളത്തിൽ പകുതി ഇംഗ്ലീഷ് അല്ലേ? ടെക്സ്റ്റ്, ഡിലീറ്റ്, സേവ്, കോളി, ഇതൊക്കെ എന്താ? അപ്പൊ ശരിക്കും നമ്മള് 50% 60% ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന വാക്കുകൾ. എന്നിട്ട് ഫ്ലുവന്റ് ആവുന്ന കാരണം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. അങ്ങനെ സാഹചര്യം പ്രൊവൈഡ് ചെയ്താൽ എനിബഡി കൻ സ്പീക്ക് ഇംഗ്ലീഷ്. കാരണം ഈ ലാംഗ്വേജിന് പ്രായമില്ല, ഇന്ന ദേശങ്ങളൊന്നുമില്ല. സ്വന്തം മാതൃഭാഷ ഫ്ലുവന്റ് ആണ് ലോകത്തെ എല്ലാ ഭാഷയും. പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഞാൻ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കുന്നതാണ്, സാറിന്റെ എല്ലാ വീഡിയോസും കാണുന്ന ഒരാളാണ് ഞാൻ, ആദ്യമേ പറഞ്ഞായിരുന്നു. അപ്പൊ ആ വീഡിയോസിലെല്ലാതും സാറിന്റെ ഈ ഒരു സ്റ്റൈല്, ഇതെങ്ങനെ ഈ സ്റ്റൈല് സാർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അല്ല, ഞാൻ എപ്പോഴും പറയും, ഒരാൾക്ക് ഒരാളുടെ വിംസ് ആൻഡ് ഫാസിനേഷൻ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ സത്യത്തിൽ ഇത് ഈ ബോൾഡ് ഹെഡ് ആയത്, ഞങ്ങൾ സൗത്ത് ആഫ്രിക്ക പോകുന്ന സമയത്ത് കമ്പനിയിലെ കോൺടെസ്റ്റിൽ വിജയിച്ചു. ഞാൻ വിജയിച്ചപ്പോ മൊട്ടടിച്ച് കളഞ്ഞു. അതൊക്കെ തോൽക്കുമ്പോൾ മൊട്ടടിച്ചു. ഞാൻ ഓപ്പോസിറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ സൗത്ത് ആഫ്രിക്ക പോകുമ്പോ അവിടെ കൂടെ ആൾക്കാർ എനിക്കുണ്ട്. അപ്പൊ വൈഫ് പറഞ്ഞത് ഗ്ലാമർ എന്ന് പറഞ്ഞു. അപ്പൊ തോന്നി ഇതൊരു എന്റെ ബ്രാൻഡൊക്കെ ഉള്ളത്, എനിക്ക് എന്റെ ഒരു സ്റ്റൈൽ ക്രിയേറ്റ്. ഞാനിപ്പോഴും പറയും, ഹാവ് യുവർ ഓൺ സ്റ്റൈൽ. ഈ സ്റ്റൈൽ ഇപ്പൊ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അല്ലാണ്ട് മുടി വളരാതെ ഇല്ല, അത്യാവശ്യം മുടി മേ ബി 50-50, ഐ ഡോണ്ട് നോ. ഞാൻ ബോധർ ചെയ്യാറില്ല. കാരണം എന്താണെങ്കിൽ എക്സ്റ്റേണൽ അല്ല ഞാൻ ഫുൾ ഫോക്കസ്. ഐ മീൻ അതിനൊക്കെ വലുതാണ് ബ്രെയിനിന്റെ കാര്യം. പിന്നെ നമ്മൾ പറയുന്നത് നമുക്ക് തന്നെ നമ്മളെ കാണുമ്പോൾ സെൽഫ് റെസ്പെക്ട് വരണം. എന്റെ സ്റ്റൈൽ കാണുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്നോട് ഭയങ്കര റെസ്പെക്ട്, അത് ഹാപ്പിയാണ് ഞാൻ. തീർച്ചയായിട്ടും. പിന്നെ മഹാത്മാഗാന്ധി എനിക്കായിരിക്കും. ഇപ്പൊ സാറ് ഒരുപാട് കമ്പനികളിലെ കോർപ്പറേറ്റ് ഗുരുവാണ്. അപ്പൊ ഈ കമ്പനികളിലെല്ലാം ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് സാധാരണക്കാരുടെ ഒരു ചിന്താഗതിയാണ് കേട്ടോ. അത് ഈ കോർപ്പറേറ്റ് ഗുരുകളാണോ ഈ കമ്പനിയുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇതില് മാറ്റർ എന്താണെങ്കിൽ, നമ്മൾ പറയും ബിസിനസ്സിൽ ഐഡിയ ആണ് ബിസിനസ്, സ്ട്രാറ്റജിയാണ് അതിന്റെ സക്സസും ഫെയിലും തീരുമാനിക്കുന്നത്. ആർക്കൊരു ഐഡിയ കൊണ്ടുവരാം, എനി ഐഡിയ. ഒരു ആശയത്തെ, ഇതുവരെ ഇല്ലാത്തൊരു ആശയത്തെ ആൾ കൊണ്ടുവരുന്നു. അതുകൊണ്ടാണ് ഐൻസ്റ്റീൻ പറഞ്ഞ ഇമാജിനേഷൻ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ നോളജ്. ഒരു പുതിയ ആശയത്തെ കൊണ്ടുവരുന്നല്ലോ.
ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നീഡ് കണ്ടുണ്ടാക്കുന്ന ഒരു ആശയമായിരിക്കും, അല്ലെങ്കിൽ നീഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആശയമായിരിക്കും. ഓക്കെ. അപ്പോൾ ഒരു ആശയം ആദ്യം ഇതിൽ വരണം. ഈ ആശയത്തെ അതനുസരിച്ച് എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറയാം എനിബഡി ക്യാൻ സ്റ്റാർട്ട് എനി ബിസിനസ് എന്ന് വേൾഡ്. കാരണം പുതിയ പുതിയ ആശയങ്ങൾ വന്നു, ഇനിയും പുതിയ ബിസിനസ് വരില്ല, ഇഷ്ടം പോലെ വരും. അപ്പോൾ വിജയിച്ചത് നോക്കാം. അപ്പം ഞങ്ങൾ സാധാരണ പറയുന്നുണ്ട് ബിസിനസ്സിൽ 3 കാര്യങ്ങളാണ്. അപ്പോൾ അത് അവിടെ ഫോർ എക്സാമ്പിൾ ലൈക്ക് ഒരു കമ്പനിയുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കും. ചില കമ്പനി ഫൗണ്ടേഷൻ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, പക്ഷെ അവർ അപ്ഗ്രേഡ് ചെയ്തില്ലെങ്കിൽ തെറിച്ചു പോകും. അതിലൊന്നാണ് നോക്കിയ. ഒരു കാലത്ത് എവിടെ നോക്കിയാലും നോക്കിയാണ്. ഇപ്പൊ നോക്കിയാൽ പോലും കാണാത്ത അവസ്ഥയായി. എന്നാൽ സ്ട്രോങ് ആയിരുന്നില്ല, ഒരു വേൾഡ് അറിയപ്പെടുന്ന ബ്രാൻഡ് ആയിരുന്നു. ആൾക്കാർ ചോദിച്ചു, കസ്റ്റമേഴ്സ് എല്ലാം ഉണ്ടല്ലോ, നമ്പർ 1 തന്നെയായിരുന്നു അല്ലേ. പിന്നെ ഔട്ട് അപ്ഗ്രേഡ് ചെയ്ത് കാലത്തനുസരിച്ച്. അപ്പൊ എത്ര ഫൗണ്ടേഷൻ ഉണ്ടായാലും ഞാനിപ്പോൾ നമ്മുടെ നാട്ടിൽ തൃശ്ശൂരാണ്. ഇവിടെ തൃശ്ശൂർ ഇപ്പോഴത്തെ ബിസിനസ് നോക്കുമ്പോൾ ഒരു കാലത്ത് നല്ല സ്ട്രോങ് ആയിരുന്ന ആൾക്കാർക്ക് തെറിച്ചു പോയിട്ടുണ്ട്, കാരണം അവർ അപ്ഗ്രേഡ് ചെയ്തില്ല. അതേത് ഫീൽഡ് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനത്തെ ബിസിനസ് ഫെയിലർ ആവും. രണ്ടാമെന്ന് പറയുന്നത് ഫൗണ്ടേഷൻ സ്ട്രോങ് ആവുന്ന മുമ്പ് അവർ എക്സ്പാൻഷനിലേക്ക് പോകും. അപ്പൊ ഇന്റേണൽ ഇൻബിൽറ്റ് ഇല്ല, അത് എക്സ്റ്റേണൽ എക്സ്പാൻഷൻ പോകുമ്പോൾ നമ്മൾ പറയില്ലേ ബ്രാഞ്ച് വലുതാകുമ്പോൾ റൂട്ടിന് പവറില്ലെങ്കിൽ അത് മറഞ്ഞു വിടും. അങ്ങനെ തകർന്ന ഒരുപാട് ബിസിനസ്സുകാരുണ്ട്. ശരിക്കും ബിസിനസ് എന്ന് പറയുന്നത് ഈ ഇന്റേണൽ ഇൻബിൽറ്റ് ഉണ്ടാവണം, അതേ സമയത്ത് തന്നെ പുതിയ ആശയങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരണം. ഈ ബ്ലെൻഡാണ് ഇങ്ങനെ നിൽക്കുന്ന കമ്പനിയിൽ ലോങ് ടൈം നിൽക്കാൻ. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തെങ്കിൽ ഈ ആശയത്തെ, അപ്പൊ ആശയം ഉണ്ടാക്കി വന്നിട്ടോ സ്ട്രാറ്റജി ഉണ്ടോ, ഇത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്ത് ഇത് ബിൽഡ് ചെയ്യാന്നുള്ള ഗൈഡൻസ്. ചിലർക്ക് ഗൈഡൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു ബിസിനസ്സിന് ഒരു ആശയത്തെ അതിന്റെ സ്ട്രാറ്റജീസ് പറഞ്ഞു കൊടുക്കുക. നമുക്ക് ലോജിസ്റ്റിക്സ് ഉണ്ടാവും, പക്ഷെ സ്ട്രാറ്റജിയാണ് സക്സസും ഫെയിലർ ഉണ്ടാവും. അതെല്ലാം അങ്ങനെയാണ്. അപ്പോൾ ബിസിനസ് ഗുരുസ് എന്ന് പറഞ്ഞാൽ ഈ ആശയത്തെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഇഫക്റ്റീവ് സ്ട്രാറ്റജികൾ കൊടുക്കലാണ്. ഇപ്പോൾ ഇന്നത്തെ തലമുറ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡിപ്രഷൻ. അത് പ്രായഭേദമന്യേ ഡിപ്രഷൻ അനുഭവിക്കുന്നവരുണ്ട്. എങ്ങനെയാണ് ഇതിനെ ഒന്ന് ഓവർകം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇത്തരം ഡിപ്രഷൻസ് വരാനുള്ള കാരണങ്ങൾ എന്തായിരിക്കും സാറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ? എഡ്യൂക്കേഷൻ, പൂർ എഡ്യൂക്കേഷൻ. കാരണം എന്താണെങ്കിൽ എല്ലാവരും ഒരു സ്റ്റേജ് കഴിഞ്ഞ് അംബീഷ്യസ് ആണ്. അങ്ങനെ ആവണം, സ്വപ്നമില്ലാത്ത മനുഷ്യന്മാരാണ്. എനിക്കതാവണം, ഇതാവണം. പൗർണമിക്ക് സ്വപ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, എനിക്കുണ്ടല്ലോ, എനിക്കിപ്പോഴും ഉണ്ട്. അപ്പൊ സ്വപ്നങ്ങളിലൂടെയാണ് മനുഷ്യൻ. കാരണം അങ്ങനെ ഡ്രീം ഡ്രിവൺ ലൈഫാണ്. പക്ഷെ ഒരു സ്വപ്നം കണ്ടിട്ട് വലിയ സ്വപ്നങ്ങളൊക്കെ കാണിക്കും, കാണാൻ പറയും തിങ്ക് ബിഗ് തിങ്ക് ഡ്രീം എന്ന് പറയും. പക്ഷെ പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ അതിലേക്ക് എത്താനുള്ള ഒരു ടൂൾസ് അവൻ്റെ കയ്യിൽ. അപ്പൊ ആ വ്യക്തിൻ്റെ അന്ന് ഫീലിംഗ് എന്താ, ഞാൻ എന്ത് പഠിച്ചു, എനിക്ക് എന്തുണ്ട്, ഇന്നെത്താൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും പിന്നെ അവൻ നോക്കുമ്പോൾ അവന് സ്കോപ്പ് കാണാനില്ല. ശരിക്കും പറയാൻ നമ്മുടെ എഡ്യൂക്കേഷന്റെ കോൺസെപ്റ്റില് ശരിക്കും ഒരു വ്യക്തിനെ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരണം. നമ്മൾ ഇൻഫോംഡ് ആക്കുന്നുണ്ട്, പക്ഷെ ഫോംഡ് ആക്കുന്നില്ല. പ്രത്യേക ഈ കാലഘട്ടത്തിൽ സർട്ടിഫിക്കറ്റിന് ഇമ്പോർട്ടൻസ് ഇല്ല, അത് എൻട്രി പാസ്. പെർഫോമൻസ് ഈസ് ഫ്യൂച്ചർ. തീർച്ചയായിട്ടും. കാരണം പെർഫോമൻസിന്റെ ക്വാളിറ്റി കൂടുമ്പോൾ നിങ്ങളുടെ മാർക്കറ്റ് വാല്യൂ കൂടും. അപ്പൊ മണി വാല്യൂ കൂടും. സോ മാർക്കറ്റ് വാല്യൂസ് മണി വാല്യൂ. ഈ മണി ഇല്ലാത്തതിന്റെ അവസ്ഥ എന്തുകൊണ്ട് മാർക്കറ്റ് വാല്യൂ ഇല്ല. എന്തുകൊണ്ട് മാർക്കറ്റ് വാല്യൂ ഇല്ല? പെർഫോമൻസ് ചെയ്യാറില്ല. അപ്പൊ പെർഫോമൻസ് കുറയുമ്പോൾ അപ്പൊ പെർഫോം ചെയ്യാനുള്ള കാലിബറും ക്യാരക്ടറും എഡ്യൂക്കേഷനിൽ കൊടുത്തിട്ടില്ല. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ കുട്ടികളെ അവരെ പാഷനിലൂടെ വളർത്തിക്കൊണ്ടിരുന്നില്ല. ശരിക്കും എട്ടാംസ് കഴിഞ്ഞാൽ ഐഡന്റിഫൈ ദ പാഷൻ, അതിലേക്ക് ആ വ്യക്തിയെ വളർത്തിയ ജീനിയസായി മാറും. അപ്പൊ ശരിക്കും ഒരു ഇഫക്റ്റീവും പ്രൊഡക്റ്റീവും ക്രിയേറ്റീവ് എഡ്യൂക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. അത് തന്നെയാണ് റീസൺ. ഈ എവരിബഡി ഈസ് ബോൺ വിത്ത് ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ ഓഫ് ദ ബ്രെയിൻ. അതിന് ഉപയോഗപ്പെടുത്താനുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവിടെ ഇല്ല. ഇനി ഞാൻ മറ്റു കാര്യം ചോദിക്കട്ടെ, 10 + 10 = 20 ഇല്ലേ? അതിപ്പോ മെമ്മറിയിൽ ഉണ്ടല്ലോ ഇപ്പോഴും, അതുകൊണ്ടല്ലോ ഉപയോഗിക്കുന്നത്. മെമ്മറിയിൽ ഇല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും എന്തെങ്കിലും? ഒരു വഴി ഓർമ്മയില്ലേ ഉപയോഗിക്കാൻ പറ്റും? അപ്പൊ നമ്മൾ ഈ പഠിച്ച് കംപ്ലീറ്റ്ലി 90% മറന്നുപോയി. അപ്പൊ എന്തിനാ പഠിക്കാൻ പോയി? അപ്പൊ ആ ഒരു പ്രോബ്ലം അതുകൊണ്ട് ഇവർക്ക് എന്താ, ഇവർക്ക് സ്കോപ്പില്ല. കാരണം തമാശ പറയല്ലേ, ഇവന്റെ ഒരു സ്കോപ്പില് ഒരു ഭാഷയുണ്ട് തൃശ്ശൂര്, പിന്നെ എങ്ങനെ രക്ഷപ്പെടണം? അതാണ് ഇറ്റ് ലീഡ്സ് ടു ഡിപ്രഷൻ. ഇപ്പൊ സാറാണ് ഇന്റർവ്യൂവിന് വരുന്നതെന്ന് പറയുമ്പോ നമ്മുടെ കുറച്ച് പ്രേക്ഷകർ ഒരു ചോദ്യം സാറിനോട് ചോദിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹൗ ടു ഏൺ മണി ഈസിലി?
വളരെ സിമ്പിൾ ആയിട്ടാണ് അവർ ചോദിച്ചിട്ടുള്ളത്. ഹൗ ടേൺ മണി ഈസിലി. ഈസി മണി ഒന്നും കാര്യമില്ല, നടക്കില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ആൾക്കാർ നോക്കുന്നത്, ഒരു സോഴ്സോട് മാത്രം നോക്കുന്നില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഈ മണി എന്ന് പറയുന്ന സാധനം എന്താണ് അത് ആലോചിച്ചിട്ട് പോകുന്നത്. മണി ഈസ് ദ ബൈ പ്രൊഡക്റ്റ് ഓഫ് യുവർ ആറ്റിറ്റ്യൂഡ്, സ്കിൽ ആൻഡ് നോളജ്.